നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള ഔദ്യോഗിക വാഹനങ്ങൾ റെഡിയാണ്. സ്റ്റേറ്റ് കാർ നമ്പർ 1 നിയുക്ത മുഖ്യമന്ത്രി VD സതീശിന് വേണ്ടി തയ്യാറാണ്. കാറുകൾ സംബന്ധിച്ച് ചില വിവാദങ്ങളും ചില അഭ്യൂഹങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. കറുത്ത കാർ ഉപയോഗിക്കുമോ, വെളുത്ത കാർ മാത്രമാകുമോ, പിണറായി വിജയൻ ഉപയോഗിച്ച കാർ VD സതീശ് ഉപയോഗിക്കുമോ എന്നൊക്കെ കാര്യം. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇന്ന് ആദ്യം യാത്ര ചെയ്യാൻ പോകുന്നത് ഈ വെളുത്ത നിറത്തിലുള്ള ഇന്നോവ കാറിലാണ്. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ തയ്യാറാണ്. VD സതീശൻ ഈ കാറിൽ ഇന്ന് യാത്ര ചെയ്യും. ഇത് VN വാസവൻ മുൻ മന്ത്രി ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. ടൂറിസം വകുപ്പിന്റെ കൈവശമുള്ള വാഹനങ്ങളിൽ ഏറ്റവും കുറച്ച് ഓടിയ വാഹനങ്ങളിൽ ഒന്നാണ് ഇവിടെയുള്ള ഈ ഇന്നോവ. അതുകൊണ്ടാണ് ആ വാഹനം നിയുക്ത മുഖ്യമന്ത്രി പുതിയ മുഖ്യമന്ത്രി VD സതീശന് നൽകുന്നത്. സ്റ്റേറ്റ് നമ്പർ 1 ഒന്നാം നമ്പർ കാർ K01 DC 5498 ഈ വാഹനത്തിലാകും VD സതീശൻ പ്രധാനമായും യാത്ര ചെയ്യുക. പിന്നീട് ഒരു കറുത്ത ഇന്നോവ കാറുണ്ട്, പിണറായി വിജയൻ ഉപയോഗിച്ചത് ഇന്നോവ കാർ. അതും VD സതീശന് വേണ്ടിയാണ് മാറ്റിവച്ചിരിക്കുന്നത്. 2 കാറുകളാണ് പുതിയ മുഖ്യമന്ത്രിക്ക് മാറ്റിവച്ചിരിക്കുന്നത്. ആ കാറിന്റെ ദൃശ്യം, ഒരു കാറിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്ഭവനിലേക്ക് പോകുമ്പോൾ നിയുക്ത പുതിയ മുഖ്യമന്ത്രി ഈ വാഹനത്തിലാകും പോവുക. ശരി, 1-ാം നമ്പർ കാർ VD സതീശൻ എന്ന് ഉറപ്പ്. അങ്ങനെയെങ്കിൽ 2-ാം നമ്പർ വാഹനം ആർക്കായിരിക്കും? കുഞ്ഞാലിക്കുട്ടിക്കാണോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ ഈ 2-ാം നമ്പർ വാഹനത്തിന്റെ ഉടമയാവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഔദ്യോഗികമായ വാഹനങ്ങൾ മന്ത്രിമാർക്ക് റെഡിയായിരിക്കുന്നു. ഇങ്ങനെ പഴയ വാഹനങ്ങൾ തന്നെ ലൈനപ്പ് ചെയ്ത് ഇങ്ങനെ നമ്പറുകൾ നിശ്ചയിച്ച് 1, 2, 3, 4 അങ്ങനെ പോകുന്നു. അരുൺ, 2-ാം നമ്പർ വാഹനം കുഞ്ഞാലിക്കുട്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ? 2-ാം നമ്പർ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും. മന്ത്രിസഭയിലെ ഘടകകക്ഷികളുടെ നില നോക്കുമ്പോൾ 2-ാം സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്കാണ്. കോൺഗ്രസ് മന്ത്രിമാരിൽ 2-ാം സ്ഥാനമെന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറയാം. പക്ഷേ 2-ാം സ്ഥാനം PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. 3-ാം നമ്പർ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. അതിലും സംശയം ഉണ്ടാകാം. കാരണം അവിടെ ഘടകകക്ഷികൾ വീണ്ടും കേരള കോൺഗ്രസ് ജോസഫ് 7 സീറ്റുള്ള ഘടകകക്ഷികളുണ്ട്. അതിനുശേഷമാകും ഒരുപക്ഷെ നമ്പർ മാറി വരിക. ഏതായാലും ചില മന്ത്രിമാരൊക്കെ ഇതിനപ്പുറത്തേക്ക് ചില മന്ത്രിമാരൊക്കെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ചിലർ 10 ചോദിച്ച ആളുണ്ട്, 7 വേണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അനിൽകുമാറൊക്കെ 7 എന്ന നമ്പർ വേണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. ആ രീതിയിലൊക്കെ ഒരുപക്ഷെ മാറിയേക്കാം. എങ്കിലും ഈ വാഹനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഈ 10-ാം നമ്പർ ആരുടെ ചോദിക്കാം നമുക്ക് വേണമെങ്കിൽ. 10-ാം നമ്പർ ഇത് ആരുടെ വാഹനം? 10-ാം നമ്പർ വാഹനം ആരുടേതാണ്? ജനീഷാണ് 10 കിട്ടിയത്, മെസ്സിയുടെ നമ്പർ കിട്ടിയത് അല്ലേ? ഇതൊക്കെ ഈ 2 ആരാണ്? കുഞ്ഞാലിക്കുട്ടി സഭയല്ലേ? 3 ഏതായാലും മെസ്സിയുടെ നമ്പർ, സച്ചിൻ തെണ്ടുൽക്കറുടെ നമ്പറായി കിട്ടിയിരിക്കുന്നത് OJ ജനീഷിനാണ്. ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്ന OJ ജനീഷ് 10-ാം നമ്പർ കാറിൽ യാത്ര. ഇടതുപക്ഷം പൊതുവിൽ ഈ അക്ഷരമാല ക്രമത്തിൽ ക്രമം നിശ്ചയിക്കാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ UDFന്റെ ക്രമം നിശ്ചയിക്കുന്നത് മന്ത്രിമാരുടെ സീനിയോറിറ്റിയും ഘടകകക്ഷികളുടെ പരിഗണനയും അതാവായിരിക്കാം ഒരുപക്ഷെ ഘടകമായി വരിക. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 10-ാം നമ്പർ ആദ്യമായ പുതുമുഖം OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിനായിരിക്കും കിട്ടുക. 11-ാം നമ്പർ ആരുടെ വണ്ടിയാണ്? K മുരളി തന്നെയാണ്. 11 K മുരളി തന്നെ നിയുക്ത ആരോഗ്യമന്ത്രിയുടെ വാഹനമാണ്. അത് ഇഷ്ട നമ്പറാണ് 11. ആവശ്യപ്പെട്ടത് തന്നെയാണ്. അതാണ് എല്ലാ മന്ത്രിമാർക്കും താല്പര്യമുണ്ട്. സ്വാഭാവികമായി നമ്പറുകളിൽ താല്പര്യമുണ്ട്. ഇത് 17 ബിന്ദു കൃഷ്ണയുടെ നമ്പർ, ബിന്ദു കൃഷ്ണയുടെ വാഹനം. ബിന്ദു കൃഷ്ണ അത് മന്ത്രിസഭാ അംഗമായി പുതുമുഖമായി വരുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് 17-ാം നമ്പർ വാഹനമാണ് കിട്ടാൻ പോകുന്നത്. ഇതുപോലെ അങ്ങോട്ടേക്ക് 21 കാറുകളും സജ്ജമാക്കിയിട്ടൊക്കെയാണ്. മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള എല്ലാ കാറുകളും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഓരോരുത്തരായി ആ വേദിയിൽ നിന്ന് തൊട്ട് ഇറങ്ങി വന്ന് രാജ്ഭവനിലേക്കാണ്. രാജ്ഭവനിൽ ഗവർണറുടെ വിരുന്ന് സത്കാരമുണ്ട്. അവിടേക്ക് പോകുമ്പോഴാണ് മന്ത്രിമാർ ഔദ്യോഗിക വാഹനങ്ങളിൽ ആദ്യമായി യാത്ര ചെയ്യാറുള്ളത്. ഇവിടെ 5-ാം നമ്പർ വാഹനം, 5-ാം നമ്പറൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്പറാണ്. ഇപ്പോഴും എല്ലാവർക്കും താല്പര്യമുള്ള നമ്പർ ഒന്നാണ്. 5-ാം നമ്പർ വാഹനമൊക്കെ ഇവിടെ. 6-ാം നമ്പർ CP ജോണിന്റെ വാഹനം. 6-ാം നമ്പർ വാഹനം തിരുവനന്തപുരത്തിന്റെ മന്ത്രി CP ജോണിന്റെ വാഹനം. മറ്റു വാഹനങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം? 7-ാം നമ്പർ ആരുടേതാണ്? APL നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹം അത് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ട നമ്പറാണോ? അത് അറിയാമോ? അങ്ങനെ 7 അദ്ദേഹത്തിന് ഇഷ്ട നമ്പറാണ്. മറ്റു വാഹനങ്ങൾക്ക് എങ്ങനെയാണ് ക്രമനമ്പർ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, ഓർമ്മയില്ല. എന്തായാലും മറ്റു വാഹനങ്ങൾ ഇവിടെ റെഡിയാണ്. എല്ലാം ഇങ്ങനെ സജ്ജമാക്കിയിരിക്കുകയാണ്. ടൂറിസം വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന മുൻ മന്ത്രിമാർ വിട്ടുകൊടുത്ത വാഹനങ്ങളൊക്കെ റെഡിയാക്കി സജ്ജമാക്കി ഇനി യാത്രകൾ പുറപ്പെടാൻ UDFന്റെ രാഷ്ട്രീയ ദൌത്യം, സർക്കാരിന്റെ വലിയ നീക്കങ്ങൾ, ഇതിനൊക്കെ വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുകയാണ് വാഹനങ്ങൾ. ചേട്ടാ, ഈ 19-ാം നമ്പർ ആർക്കാണ്? PC വിഷ്ണുനാഥ് 19-ാം നമ്പറിൽ വരുന്നു. അരുൺ, 19-ാം നമ്പർ PC വിഷ്ണുനാഥിനാണ്. അപ്പോൾ മറ്റു വാഹനങ്ങളുടെ ക്രമീകരണം, മറ്റു വാഹനങ്ങളൊക്കെ എങ്ങനെയാണ്?
ഈ വാഹനം ഏതാണ്? 51 നമ്പർ ഷിബു ബേബി ജോണ്ടെയാണ്. 51 അദ്ദേഹത്തിന്റെ ഇഷ്ട നമ്പറാണോ? നമ്പറാണ്. കാരണം വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മുമ്പ് ഉപയോഗിച്ചോണ്ടിരുന്നത് നേരത്തെ 51 ഉപയോഗിച്ചോണ്ടിരുന്നത്. അതായത് പതിവില്ലാത്തതാണ്. ഇത്ര നമ്പറിൽ വരും 51ലേക്ക് എങ്ങനെ ചാടിപ്പോകുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും. പുള്ളിയുടെ ഇഷ്ട നമ്പർ അല്ലേ? പുള്ളിയുടെ ഇഷ്ട നമ്പർ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് 2015 നമ്പർ അദ്ദേഹം ഉപയോഗിച്ചെന്നാ പറയുന്നത്. അതാണ് എന്റെ ഒരു കൗതുകം. 20 ഉണ്ട്. 20 നമ്പർ. 20 നമ്പറിന്റെ ആളുകളുടെയും കാണും. ഏതായാലും അങ്ങനെ ഓരോ മന്ത്രിയും അവരുടെ ഇഷ്ട നമ്പർ ചോദിച്ച് തന്നെ വാഹനങ്ങൾ സെലക്ട് ചെയ്ത് 8 നമ്പർ ഉണ്ട്. 8 നമ്പർ ആരുടേതാണെന്ന കാര്യത്തിൽ നമുക്ക് ഡ്രൈവറോട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ചോദിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല. അങ്ങനെ എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങൾ വി ഡി സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ തയ്യാറാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ അവർ ഈ വാഹനത്തിൽ ലോക്ഭവനിലേക്ക് പോകും. അങ്ങനെ 13 നമ്പർ വാഹനമുണ്ടോ എന്നുള്ളതാണ് സത്യത്തിന് അത് ഏറ്റവും ഒരു കൗതുകകരമായി. ഇവിടെ 13 ചോദിച്ചു വാങ്ങുന്ന ഇടത് മന്ത്രിമാരുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് 13 നമ്പർ കാണുന്നില്ല. ഇതുവരെയും 13 നമ്പർ ഇവിടെ കാണുന്നില്ല എന്നാണ്. സ്വാഭാവികമായും അത്തരം നമ്പറുകളിലൊക്കെ വിശ്വസിക്കുന്നവരാണ് UDF മന്ത്രിമാർ. അതുകൊണ്ടാകാം ഒരുപക്ഷെ 13 നമ്പർ അവർ ഒഴിവാക്കിയിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വാഹനങ്ങളെല്ലാം സജ്ജമാണ്. മന്ത്രിമാർ അവരുടെ ഔദ്യോഗിക യാത്ര ആരംഭിക്കുകയാണ്. ഇതാ ഇവിടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്ക് തിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.